ആരെല്ലാം സഹായാഭ്യർത്ഥന നടത്തി വന്നോ ആരെയും വിഷമിപ്പിക്കാതെ, വേദനിപ്പിക്കാതെ, തിരിച്ചയക്കാതെ, അറിയാത്ത വലങ്കൈ കൊടുത്തത് ഇടങ്കൈ അറിയാത്ത കോലത്തിൽ ദാനധർമ്മം ചെയ്ത വലിയ ഒരു ധർമ്മിഷ്ഠൻ കൂടിയായിരുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്. ആ മഹൽ വ്യക്തിത്വത്തിന്റെ ബറക്കത്ത് കൂടിയാണ് താജുൽ ഉലമ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ട്രസ്റ്റിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ നിദാനം. അതുകൊണ്ട് ഞാനിതിന്റെ ഗൗരവാധ്യക്ഷൻ അതിന്റെ ഇടയ്ക്ക് ഇതിന്റെ കണക്കുകളെല്ലാം പലപ്പോഴുമായി എന്റെ മുമ്പിൽ നിരത്താറുണ്ട്. 1 രൂപ അവർ പോയതും വന്നതുപോലും സ്വന്തം കീശയിൽ നിന്നെടുത്ത് അത്തരം കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മതയോടെ, വളരെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, കെയർഫുൾ ചെയ്തുകൊണ്ട് ഒരു ആള് ഇത് പാവങ്ങൾക്ക് വേണ്ടി തന്നതാണ്. യതീമക്കളെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, കിറ്റിന് വേണ്ടിയിട്ട്, വസ്ത്രത്തിന് വേണ്ടിയിട്ട്, പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ട്, ചികിത്സക്ക് വേണ്ടിയിട്ട്, ടാബ്ലറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്, അവർക്ക് മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ രൂപത്തിൽ ഏതെല്ലാം രൂപത്തിൽ വന്ന അണകൾ മുഴുവനും, സംഭാവനകൾ മുഴുവനും, എല്ലാ കാശുകളും അത് അതിന്റെ ആ റൂട്ടിൽ തന്നെ ചെലവഴിക്കണം. അത് ഒരിക്കലും അതിൽ അവിഹിതമായ വിനിയോഗം പാടില്ല എന്നുള്ള വലിയ നിർബന്ധ ബുദ്ധി നമ്മളെ ഇഖ്ബാലിനുണ്ട്. അവരോടുകൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്കുമുണ്ട്. താജുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് ഈ ദിവസം വരെ അതങ്ങനെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഇവിടെയുള്ള ഓഫ്ലൈനിലുള്ള, ഓൺലൈനിലുള്ള പ്രേക്ഷകരോട് ഒന്നുകൂടി എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഇത് തട്ടിപ്പിന്റേതോ വഞ്ചനയുടെയോ അല്ലെങ്കിൽ ഒരു ചൂഷണത്തിന്റെയോ ഒരു ട്രസ്റ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അർഹതപ്പെട്ടവർക്ക് പാവങ്ങളിൽ പാവങ്ങളായ യഥാർത്ഥ യതീം ആരാണോ ആ യതീമിനെ കണ്ടുപിടിച്ച് അത് വേണ്ടതുപോലെ പരീക്ഷണം നടത്തിയിട്ട് അവരുടെ കയ്യിൽ തന്നെ എത്തിക്കുക. നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ഏറ്റവും കൂടുതൽ